നമ്മൾ ഒരു ഗണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികമൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ഷീറ്റ് കാർഡ്ബോർഡ്, പിന്നെ സീസർ, ഗ്ലൂ, പെൻസിൽ, പേപ്പർ, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ ഗണ്ണിൻ്റെ ഒരു ഭാഗം വരച്ചെടുക്കാം. അതിനായി ഒരു വരയിടാം. ഒരു ബോക്സ് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പാതിക്ക് വെച്ച് ചെയ്യുന്ന വരക്കാം. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കാം. ഇവിടെ നിന്നൊരു ചരിവ് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു വര, പിന്നെ ഒരു സി കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ ഹാൻഡിലിൻ്റെ രീതിയിലായിട്ട് എടുക്കാം. പിന്നെ അതിൻ്റെ അങ്ങനെ ഹാൻഡിൽ സെറ്റാവും. പിന്നെ ഇതിനെ റഗർ കൊടുക്കാം. ഇങ്ങനെ വെറുതെ വരച്ചു നോക്കണേണ്. കട്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഭാഗം മാത്രം കട്ട് ചെയ്യുള്ളൂ, ഇത് നമ്മൾ കട്ട് ചെയ്യത്തില്ല. നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വരച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണാം. ആദ്യം ഇതേപോലെ ഒരു പെട്ടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കട്ട് ചെയ്യുമ്പോഴേ അത് മര്യാദ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മര്യാദ കിട്ടിയില്ല എന്ന് വരും. നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ വരയിലൂടെ കട്ട് ചെയ്തെടുക്കാം. പറഞ്ഞ പോലെ ഈ ഡ്രഗറും ഈ ഇതൊന്നും വരക്കണ്ട, കട്ട് ചെയ്തെടുക്കണ്ട. ഇതിൽ നേരെ ഇങ്ങനെ എടുത്താൽ മതി. ഞാനിങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഗൈസ്, നമ്മൾ ഇതേപോലത്തെ 2 കട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം 6 കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്തിരി, ടൈമൊക്കെ കുറെ പോകും. അതുകൊണ്ട് നമ്മൾ 2 കട്ട് ചെയ്തിട്ടുള്ളൂ. പ്ലാൻ എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഈ തെർമോക്കോള് ഇവിടെ വെക്കും കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അതിൻ്റെ മീതെ ഇതും വെക്കും. അങ്ങനെ തെർമോക്കോൾ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ അമ്മ പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാനാണ് പ്ലാൻ. അതിൻ്റെ മുകളിൽ ഈ കണ്ട കാർബോർഡ് ഉണ്ടല്ലോ, അത് ഓരോന്നും അതിൻ്റെ ഭാഗത്തിന് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഗ്ലൂ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഗ്ലൂ ചെയ്ത് തുടങ്ങാം. ഇവിടെ ഇങ്ങനെ ഇട്ടാൽ മതിയിട്ട് കുറച്ച്. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ വെച്ചോ. ഞാൻ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തെർമോകോൾ പീസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പീസ് ഒട്ടിക്കാനായിട്ടുള്ളത് ഇട്ടുകൊടുക്കാം. നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പീസുകൾ ഒട്ടിക്കാം. പലചരക്കടയിലൊക്കെ അങ്ങനത്തെ ഒരു പെട്ടിയാണ്. ഇവിടെ ഒരു ബോക്സ് വെട്ടിയെടുക്കാം കേട്ടോ. ഇതിനൊരു ബോക്സായിട്ട് വെട്ടിയെടുക്കാം. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തോക്കെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അളവിലൊന്ന് മടക്കിയെടുക്കാം. നമ്മുടെ ഇത് ഒരു സൈഡ് ഇതാണ്. നമുക്കതിങ്ങനെ നിലത്ത് വെച്ചിട്ടാണെങ്കിൽ നിലത്ത് വെച്ചിട്ട് നോക്കാം. കൈ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്.
ഒട്ടിച്ചാണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു നീട്ടുള്ള ഒരു പീസ് ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ, അതായത് ഇങ്ങനൊരു ഈ ഒരു ഇതിലുള്ളത് ഇങ്ങനെ ഫുൾ കാർബോർഡിലല്ല ചെയ്യേണ്ടത്, കാർബോർഡിന്റെ മറ്റേ പേപ്പറിലാണ്. നമുക്ക് ഭാഷ എടുക്കാം. അതേപോലെ കുറച്ച് ഇതും പഠിക്കട്ടെ. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് സംഭവം സംഭവം വെച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഇപ്പം നമ്മൾ ഇവിടെ ഒട്ടിച്ച പോലെ